ഹലോ. ആ ആ നിങ്ങൾ 3-4 ദിവസമായല്ലോ പച്ചക്കറിയും കൊണ്ടുവരാതെ എന്തേ? അത് എനിക്ക് കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു. 3-4 ദിവസമല്ല, ശരിക്കും ഇന്നലെയല്ലേ വരേണ്ടത്. അതെ. എനിക്ക് കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ അല്ല 3-4 ദിവസമായ പോലെ ഉണ്ട്, അതുകൊണ്ടാ. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? 3-4 ദിവസം ആയതുപോലെ. ഉം. അല്ല ഒന്നുമില്ല. ഉം. ഉം? എന്തേ വരാഞ്ഞത്? അത് പറ. വരാതത് നമ്മളല്ലേ, കുടുംബത്തില് ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഇന്നലെ ആയിരുന്നു. ഇന്നലെ അതിന്റെ തിരക്കും, ഇന്ന് കല്യാണമായിരുന്നു. ആ. പിന്നെ വണ്ടിക്കും ചെറിയ പണിയുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കാണിച്ച് ഇന്ന് നാളെ വരും. അതെയാ. ഉം ഉം. അതെന്താ, പച്ചക്കറിക്ക് തീർന്നോ? പച്ചക്കറിയെല്ലാം ഏതാണ്ട് തീർന്നു. ഏതാണ്ട് തീർന്ന ഏതാ കക്കിരിയാണോ തീർന്നത്? കക്കിരിയാണല്ലോ കൂടുതൽ വാങ്ങിക്കല്. അത് മെയിനായിട്ടുള്ള സാധനം. അത് തീർന്നിട്ട് 2 ദിവസമായി. അത് കാണാനിട്ടാ നിങ്ങളെ വിളിച്ചു നോക്കിയത്. ഞാന് ഒരുപാട് വീടുകളിൽ ആ ഏരിയയിൽ പോന്ന എന്നെ പച്ചക്കറി തീർന്നെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് ഇയാള് മാത്ര. അതെയാ. ഉം ഉം. അല്ല, ഈ അതെന്താ? കക്കിരിക്ക് പകരം വേറെ എന്തെങ്കിലും സാധനം ഉണ്ടാവോ? കക്കിരിക്ക് പകരം വേറെ എന്തെങ്കിലും സാധനം? ഇത് കക്കിരിക്ക് പകരം അല്ലേ തന്നെ. കക്കിരി ഇപ്പൊ ആരും വാങ്ങിക്കുന്നില്ല. മഴക്കാലത്ത് ആരൊക്കെയാ കക്കിരി വേണ്ടേ? നിങ്ങളെ കക്കിരി വാങ്ങിക്കരുത്. പക്ഷെ എനക്കത് നിർബന്ധ. കക്കിരിയാ? കക്കിരിക്ക് പകരം പിന്നെ ഇത് തിന്നാനുള്ളല്ലേ. അതെ. പിന്നെ വേണ്ടുന്ന കൈപ്പക്ക വേണോ? അതാവുമ്പോ നല്ല കയ്പായിരിക്കും. അത് വേണ്ട, അത് മുള്ളു പോലെ ഉള്ളിയല്ലേ, അത് ശരിയാവില്ല. അല്ല, അതിന്റെ പുറത്തല്ല ഇങ്ങനെ മുള്ളു പോലെ ഉള്ളിയല്ലേ, അത് ശരിയാവൂലെന്ന് പറയാം. അല്ല, അതിനൊന്നാ ഇല്ല. ഞാൻ ചോദിക്കുന്നത്, ഇത് എന്തിനാണ് ഈ കക്കിരി തിന്നാൻ തന്നെയാ? അത് ഏത് വായിലിട്ടാ തന്നാല്? ഇതെന്തിനാ നിങ്ങൾ അറിയുന്നത്? ഞാനത് പല വായിൽ കൂടിയും തിന്നു. പല വായിലിട്ടി തിന്നാനോ? ഒറ്റ വായിലുള്ളിൽ തിന്നാൻ പറ്റുമോ? അല്ല, അപ്പൊ നാളെ വേണോ കക്കിരി? ഞാൻ നാളെ എന്തായാലും വരുന്നുണ്ട്. നാളെ കക്കിരി വേണോ? അല്ലേ ചോദിച്ചാ, കക്കിരിക്ക് പകരം വേറെ ഒന്നുമില്ലല്ലോ, അതുപോലത്തെ വേറെ ഒരു സാധനമൊന്നുമില്ലല്ലോ അല്ലേ? ഉണ്ടോ കക്കിരിക്ക് അതുപോലത്തെ സാധനം എന്ന് പറയുമ്പോ? അല്ല, പിന്നെ പടവലാന്നല്ലേ? പടവലൊക്കെ ഒരുമാതിരി. പടവല കക്കിരി പോലെ പച്ചക്ക് തിന്നാൻ പറ്റില്ലല്ലോ. അത് കറി വെച്ച് വേവിപ്പിച്ച് കഴിക്കണ്ടല്ലേ? കറിയും വെക്കാലോ. അല്ല, അത് കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും അല്ലേ? വേണ്ട, ഞാൻ ഒറ്റക്കല്ലേ. ഇല്ല, എന്നാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. അല്ല, കക്കിരി 1 കിലോ മതിയോ? കൂടുതൽ വേണം? 1 കിലോ മതി. പിന്നെ നിങ്ങള് മതിയല്ലേ? പിന്നെയും വരുമല്ലേ നിങ്ങള്? അല്ല, ഞാൻ വരും. ഞാനിങ്ങനെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ലീവായിപ്പോയത് ഇതുകൊണ്ടാണ്. പിന്നെ ഹസ്ബൻഡ് എപ്പോഴാ നാട്ടിൽ വരുന്നത്? ഹസ്ബൻഡ് ഇനിയും കുറച്ചും കൂടി ഉണ്ട്. പുള്ളി വന്നു കഴിഞ്ഞാൽ പിന്നെ കക്കിരി വേണ്ടി വരില്ല അല്ലേ? പുള്ളി വന്നാല് ഇല്ല. അപ്പൊ എന്തെങ്കിലും സലാഡ് എന്തെങ്കിലും ആക്കി കൊടുക്കാൻ. പുള്ളിക്ക് ചിലപ്പോ കക്കിരി തിന്നാൻ അത്ര ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ഞാൻ ഈ പച്ചക്കറിക്ക് വെക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി കേട്ടാ. ആരൊക്കെയാണ്? അല്ല, എനക്കിത് പിന്നെ വേറെ സ്ഥലത്തുനിന്ന് കിട്ടാനിട്ടൊന്നും അല്ല കേട്ടാ. അതറിയാം. ഇത് വീട്ടിൽ തന്നെ കൊണ്ടുത്തരുന്നതായോണ്ട് ആണ് വിളിക്കുന്നതൊക്കെ എനിക്കറിയാം. ഞാൻ പോകുമ്പോ തന്നെ ഈ കക്കിരി കൂടുതൽ വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ കാരണം ഞാനാണല്ലോ കൊടുക്കുക. അപ്പൊ അവർക്ക് വേണ്ടുന്നൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് മേടിക്കലാണ്. ചില വീട്ടുകാർക്ക് അധികം വണ്ണമുള്ള കക്കിരി പറ്റൂല, ഒരു മീഡിയം വണ്ണമുള്ളത് കൊണ്ടുവരണമെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ നോക്കുമ്പോ ഈ കക്കിരി വാങ്ങിക്കുന്ന വീടുകളിലൊന്നും ഭർത്താക്കന്മാരില്ലാതെ ആൾക്കാർ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു സംശയം, എങ്ങനെയാ തിന്നുന്നത്? നിങ്ങൾ കക്കിരി മാത്രമേ തിന്നാറുള്ളൂ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. കക്കിരി തിന്നാൽ ആരോഗ്യത്തിന് നല്ലതല്ലേ, ശരീരത്തിന്? കക്കിരി തിന്നാല് ശരീരത്തിന് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാനത് വാങ്ങുന്നത്.
ഉം. പിന്നെ വെള്ളവും ഉണ്ട്. ഉം, ഉം, ഉം. ഇഷ്ടംപോലെ വെള്ളം ഉണ്ടല്ലോ അതില്. ഉണ്ട് ഉണ്ട് ഉണ്ട്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഇതൊക്കെ നല്ല തന്നെ, വെള്ളമുള്ള സാധനമൊക്കെ നല്ലതാണോ? വെള്ളമുള്ള വെള്ളം നല്ലതാ. ആണല്ലേ. അതല്ല നിങ്ങളോട് ഞാൻ ചോദിച്ച വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എനിക്ക് തരാനുണ്ടോന്ന്. നിങ്ങൾ മനസ്സ് വെച്ചാൽ ഞാൻ ഒരുപാട് സംഭവം തരാനുണ്ട്. മാത്രമല്ല എനിക്കും ഇത് നിങ്ങളെ വീട്ടിലെത്തിയിട്ടാകുമ്പോ ആ റോഡ് ലാസ്റ്റ് വീടല്ലേ നിങ്ങളെ, അപ്പൊ നിങ്ങളെ കൈകൊണ്ട് കിട്ടുന്ന ഒരു കട്ടൻ ചായ കുടിക്കാത്തതുകൊണ്ട് അതിന്റെ ക്ഷീണം ബാക്കിയുണ്ട് എനിക്ക് ഇന്നലെ. അതെയാ. അല്ല നിങ്ങൾക്ക് കട്ടൻ ചായ തരായിട്ട് എനക്കും ഒരു വല്ലാതെ ഒരു എന്തോ ഒരു പോലെ. പിന്നെ രണ്ടാഴ്ചത്തെ കക്കിരിന്റെ പൈസയും കിട്ടിയിട്ടില്ല കേട്ടോ. അത് ഞാനിനി ഇപ്പൊ എപ്പ വരും? മറ്റന്നാളല്ലേ? മറ്റന്നാളല്ല, നാളെ വരും. നാളെ വരുമോ? അപ്പൊ നാളെ തന്നാ പോരെ? ഇപ്പൊ തിരക്കൊന്നുമില്ല, ഞാൻ വെറുതെ ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ. പിന്നെ ഈ കട്ടന്റെ അപ്പുറം എന്തെങ്കിലും കടിക്കാനും കൂടി ഉണ്ട്, കൊള്ളായിരുന്നു. കടിക്കാനും കൂടി വേണം? കടിക്കാനോ വലിക്കാനോ എങ്ങനെയാലും കുഴപ്പമില്ല. പിന്നെ ഈ കക്കിരിക്ക് പകരം എന്തെങ്കിലും കൊണ്ടോന്ന് ചോദിക്കില്ലേ? കക്കിരിക്ക് പകരം എന്തെങ്കിലും വേണോ? അല്ല വേണമെന്നുണ്ട്, തന്നാല് ഞാന് സ്വീകരിക്കും. ചോദിച്ചാലേ തരാൻ പറ്റും. അല്ല അങ്ങോട്ട് ചോദിച്ചിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ പറ്റില്ലല്ലോ. അല്ല അന്നേരം പിന്നെ എന്നാല് അത് തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്റെ കക്കിരിന്റെ കച്ചവടം പോവാ. ഇല്ല, അത് പിന്നെ എനിക്ക് കക്കിരി അത്യാവശ്യം. ആണോ? കക്കിരിക്ക് പറ്റിയ ഒരു സാധനം ഉണ്ട്. പിന്നെ ഞാൻ പിന്നെ ഇങ്ങോട്ട് ചോദിക്കേണ്ടത് എങ്ങനെയാ അങ്ങോട്ട് ചോദിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടാണ്. അല്ല അതിപ്പോ തരാൻ പറ്റുമോ ഉള്ളത്? അതാ ഞാൻ പറയുന്നത്, ആവശ്യം പറഞ്ഞാലേ തരാൻ പറ്റൂ. അല്ല ആവശ്യം ഉണ്ട്, എനിക്ക് തരാൻ പറ്റുമോ? തരാനൊക്കെ പറ്റും, പക്ഷേ ആദ്യം ആവശ്യം പറയണം. കക്കിരി ഒന്നും പോലെ കടിച്ചു മുറിച്ച് തിന്നാനൊന്നും പറ്റൂല. വേണ്ട, കടിക്കാനും അതൊക്കെ പറ്റും, പക്ഷെ തിന്നേക്കരുത്. തിന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ സാധനം ഉണ്ടാവില്ല. അല്ല അത് പിന്നെ എപ്പോഴും തരുവോ? ഈ പച്ചക്കറി വിൽക്കാൻ വരുമ്പോ തന്നാ ശരിയാവില്ലല്ലോ, വേറെ തന്നെ വരേണ്ടി വരും. അല്ല ഞാൻ എന്തെന്ന് നേരത്തെ കാര്യം പറഞ്ഞു? അല്ല നിങ്ങളല്ലേ പറഞ്ഞേ പച്ചക്കറിക്ക് അല്ല കക്കിരിക്ക് പകരം വേറൊരു സാധനം തരാന്ന്. അതന്നെ പറഞ്ഞേ, അത് തരേണ്ട കാര്യം ഞാനും പറഞ്ഞു. അതെങ്ങനെ നിങ്ങൾ തരുവോ? അത് പിന്നെ എങ്ങനെ വേണ്ടിക്കും തരാലോ. ഞാൻ ചോദിക്കാം എങ്ങനെ തരുവോന്ന്. നിങ്ങൾ പറഞ്ഞു എങ്ങനെ തരണ്ടെന്ന്. അല്ല അത് വേറെ തന്നെ കിട്ടുന്നതാ? നിങ്ങള് ഫ്രീ ആയിട്ടല്ലേ? ഫ്രീ ആയിട്ട് തന്നെ പറഞ്ഞ ഫ്രീ ആയിട്ട് തരും. തരൂന്ന് പറഞ്ഞാൽ പിന്നെ ഞാനിങ്ങോട്ട് വരുമ്പോ ആ സാധനം എനിക്ക് തിരിച്ചു തരണം കേട്ടോ. ഞാനിങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യും. പിന്നെ കൊണ്ടുപോകാണ്ട് പോകാൻ പറ്റില്ല. കയ്യിലോട്ടങ്ങ് സ്വന്തമായിട്ട് തരാൻ പറ്റില്ല. നിങ്ങള് കക്കിരി കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് അതിന് പറ്റുന്നൊരു സാധനമാണ്. എനിക്കത് വേണമെന്നുണ്ട് കേട്ടാ. അതെയാ, പിന്നെ ഞാൻ അത് തരാൻ റെഡിയാണ് കേട്ടോ. അപ്പൊ നാളെ വന്നാല് തരാൻ പറ്റുമോ? നാളെ വന്നാല് തരാൻ പറ്റാണ്ടൊന്നുമില്ല, ഒന്ന് ശ്രമിച്ചാൽ. എന്തായാലും കട്ടൻ ചായ കുടിക്കാൻ ഞാൻ വീട്ടിനകത്ത് കോലായിൽ വന്നിരിക്കണമെന്നുണ്ടല്ലോ, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും തോന്നൂല. പിന്നെ അടുത്തൊന്നും നിങ്ങളെ ഒരുപാട് അടുത്തൊന്നും വീടൊന്നും ഇല്ലല്ലോ. അപ്പൊ നാളെ കട്ടൻ ചായ കുടിക്കാൻ റെഡി ആയിക്കോട്ടാ. കട്ടൻ ചായ പുറത്ത് തരണ്ട, വീട്ടിന്റെ അകത്തുനിന്ന് വന്നാൽ മതി. അതെ, അതിന് റെഡി ആയിട്ട് വന്നാൽ മതി. ആണോ? ഇത് പിന്നെ കുറച്ച് മുന്നേ അങ്ങ് പറഞ്ഞാ പോരെയോ? കട്ടൻ ചായയില് പാലൊന്നും വേണ്ട, ഈ പാൽ ചായ കുടിച്ചാ പോരെ? കട്ടൻ ചായ തന്നെ, പാല് ഞാൻ വലിച്ചു കുടിച്ചോളുന്നാല്. എന്താ? എന്നാല് നാളെ റെഡി. നാളെ ഞാൻ നോക്കി നിൽക്കുവേ.